കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തേ കുലഞ്ച കുലതഞ്ച മംജ പാലയ പാലയമം ആ മന്ത്രം രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. കാർത്തിക അവസാനം രോഹിണി മകീരം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാണ്. ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. കാരണം കണ്ടകശനിയാണ്. വ്യാഴം കർമ്മത്തിൽ വ്യാഴമാണ്. അപ്പോൾ ആ സമയത്ത് ജോലിയിൽ പ്രശ്നങ്ങൾ വരാനും ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാനും ശനി നല്ലതായാലും ശനി ചീത്ത സ്ഥലത്തായാലും ശനിയെ കൊണ്ട് നമുക്ക് അഭിവൃദ്ധികൾ വരാനായിട്ട് ശനി ഭഗവാൻ അതായത് മഹാദേവനെ പ്രാർത്ഥിക്കാം. ശാസ്താക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുകയോ നീരാഞ്ജനം കത്തിക്കുകയോ ചെയ്താലും ധനത്തിൻ്റെ പുഷ്ടി ഉയരും. ഡിസംബർ 5 കഴിയുമ്പോൾ ചെലവുകൾ കൂടുന്നു. ദൈവികമായാലും അല്ലാതെയും ചെലവുകൾ വർദ്ധിക്കും. അത്തം ചിത്തിരാദ്യം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടോ ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടോ എങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രശ്നങ്ങൾ വരികയോ ഇതൊക്കെ ചെയ്യാം. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോയി തൊഴുക. തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അമ്പലപ്പുഴ കൃഷ്ണൻ, ആറന്മുള കൃഷ്ണൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞാൽ ഇവരുടേതായ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. കൃഷ്ണഭജനമാണ് വേണ്ടത്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം ഇവർക്കിപ്പോൾ ഇത്തിരി സമയം സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷെ അവർക്കിപ്പോൾ നല്ലൊരു സമയം വരും. ഡിസംബർ 5 കഴിയുമ്പോൾ വ്യാഴം അവർക്ക് വളരെയധികം പ്രയോജനമായി നല്ലൊരു സ്ഥലത്താണ് വരുന്നത്. അവർക്ക് നിവൃത്തി മാർഗങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വ്യാഴം കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. കർക്കിടകത്തിൽ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് ധനകാര്യങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു കർക്കിടക രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വന്നിരിക്കും. ഈ വ്യാഴം തിരിച്ച് ഡിസംബർ 5 കഴിയുമ്പോൾ വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പോകുന്നു. മിഥുനൻ രാശി വ്യാഴത്തിന് ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ വ്യാഴം മാറുമ്പോൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളും സമാധാനങ്ങളും എല്ലാം ചില രാശിക്കാർക്ക് ഇല്ലാതാവുകയും ചില രാശിക്കാർക്ക് പൂർവാധികം സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടുകയും ചെയ്യും. വ്യാഴം മാറ്റത്തോടുകൂടി നമുക്ക് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഡിസംബർ 5-ാം തീയതിക്ക് ശേഷമാണ് വ്യാഴം മാറുന്നത്. പിന്നെ മെയ് വരെ മാറ്റമായിരിക്കും. മെയ്യിലാണ് പിന്നീട് വ്യാഴം കർക്കിടകത്തേക്ക് വരികയുള്ളൂ. ഇപ്പോൾ ഇടക്കാലം കൊണ്ടാണ് അത് മാറ്റം വന്നിരിക്കുന്നത്. ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. മേടൻ രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. കാരണം 4-ൽ വ്യാഴമാണ്. ഗ്രഹനിർമ്മാണത്തിനും ഗ്രഹം വാങ്ങിക്കാനും ജോലി കിട്ടാനും സന്താനം ഉണ്ടാവാനും എല്ലാത്തിനും വളരെയധികം സന്തോഷമായിരിക്കുന്നൊരു കാലഘട്ടമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയാൻ. ഏഴശനി ആണെങ്കിലും അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് സമാധാനം കിട്ടിയ ഒരു സമയമാണ് ഈ സമയങ്ങളിൽ. അതിപ്പോൾ മാറി വീണ്ടും മിഥുനൻ രാശിയിലേക്ക് പോകുമ്പോൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദ നക്ഷത്രക്കാർക്ക് 3-ൽ വ്യാഴം എന്ന് പറഞ്ഞാൽ മുറവിളി കൂട്ടുന്നതാണ്. സന്തോഷം സമാധാനം ഉണ്ടാവില്ല. 7-ര ശനിയാണ്. സാമ്പത്തികമായി വളരെയധികം ടൈറ്റ് വരുന്ന സമയമാണ്. ഈ വരുന്ന കാലങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. മേടൻ രാശിയിൽപ്പെട്ട അശ്വതി നക്ഷത്രവും ഭരണി, കാർത്തിക ഈ നക്ഷത്ര ജാതകങ്ങളും വ്യാഴാഴ്ച തോറും കൃഷ്ണക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസിമാല സമർപ്പിക്കുകയും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാരാജഗോപാല പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും സന്താനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സന്താനഗോപാല പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ഇതെല്ലാം ചെയ്തു വന്നാൽ വ്യത്യാസം. പുഷ്പാഞ്ജലികളെക്കാളും കൂടുതൽ പ്രാർത്ഥനയാണ് വേണ്ടത്. ക്ഷേത്രത്തിൽ പോയി രാവിലെ വ്യാഴഹോര, ഓരോ ദിവസത്തിനും ഹോരയുണ്ട്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉദയം തുടങ്ങി 1 മണിക്കൂർ രവിഹോരയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉദയം തുടങ്ങി 1 മണിക്കൂർ, ഉദയം മാറിക്കൊണ്ടിരിക്കുമല്ലോ, ഉദയം തുടങ്ങി 1 മണിക്കൂർ ചന്ദ്രഹോരയാണ്. അത് സോമവാരം. അടുത്തതാണ് ചൊവ്വാഴ്ച ആദ്യത്തെ ഉദയം തുടങ്ങി 1 മണിക്കൂർ നേരത്തേക്ക് ചൊവ്വഹോരയാണ്, കുജഹോര. ബുധനാഴ്ചയാണെങ്കിൽ ബുധഹോരയാണ് 1 മണിക്കൂർ. വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴഹോര. ഈ വ്യാഴഹോര സമയത്ത് അതായത് ഉദയം തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ പോയി ഭഗവാനെ തൊഴുത് ഭഗവാന് 4 പ്രദക്ഷിണം വച്ച് കൃഷ്ണന് നല്ല പ്രദക്ഷിണം വെച്ച്, മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിൽ 4 പ്രദക്ഷിണം വെച്ച് തൊഴുത് തുളസിമാല സമർപ്പിക്കും, നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്താൽ ചെറിയ രീതിയിലുള്ള വഴിപാടാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, വളരെയധികം ധന അഭിവൃദ്ധിയെല്ലാം ഉണ്ടാവും. വ്യാഴം എവിടെയായിരുന്നാലും വ്യാഴം എങ്ങനെ നിന്നാലും എന്തായാലും ശരി സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായിരിക്കും. തീർച്ചയാണ് കാര്യം.
ഇനി അടുത്ത രാശിയായിരിക്കുന്ന ഭരണി, അടുത്ത രാശിയായിരിക്കുന്ന ഇടവൻ രാശിയിൽപ്പെട്ടതാണ് കാർത്തിക അവസാനം രോഹിണി മകീരം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടാണ്. 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ അവർ തിരിച്ച് വ്യാഴം 2-ലേക്ക് വരും. ധനസ്ഥാനത്തേക്ക് വ്യാഴം വരികയും ധനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും ഇതെല്ലാം അവർക്ക് ശനി 11-ലാണ്. ആ ഗുണം കൂടാതെ ഇതും കൂടി അവർക്ക് സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളെ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് നിജപ്പെടുത്താൻ. ദശാപഹാര ചിത്രങ്ങൾ മോശമാണെങ്കിൽ ഇത് നമുക്ക് അനുഭവയോഗ്യമാവില്ല. പക്ഷേ എന്തായാലും ശരി, എല്ലാവരും വ്യാഴാഴ്ച തോറും ഏത് രാശിയായാലും ഏത് നക്ഷത്രമായാലും വ്യാഴാഴ്ച തോറും ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുകയും പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്താൽ വളരെയധികം വ്യത്യാസവും വളരെയധികം മാറ്റവും ഉണ്ടാവുന്നതാണ്. അടുത്ത രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ വളരെ സന്തോഷമാണ്. 2-ാം ഭാവത്താണ് വ്യാഴം. സന്തോഷം സമാധാനമുള്ള സമയമാണ്. പക്ഷേ വ്യാഴം അവരിലേക്ക് വരുന്നു. വ്യാഴം ലഗ്നത്തിൽ തന്നെ വന്ന അത്ര ഗുണമില്ലെങ്കിലും ഇപ്പോഴുണ്ടായിരുന്ന സുഖങ്ങൾക്ക് കുറവ് വരികയും ഇത്തിരി ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും. അവരും ഇത് പറഞ്ഞ മാതിരി അവർക്ക് ജോലിയിൽ പ്രശ്നങ്ങൾ വരാം. കാരണം കണ്ടകശനിയാണ്. വ്യാഴം കർമ്മത്തിൽ വ്യാഴമാണ്. അപ്പോൾ ആ സമയത്ത് ജോലിയിൽ പ്രശ്നങ്ങൾ വരാനും ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാനും ഒക്കെ സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം, ശിവന് ശംഖാഭിഷേകമോ ധാരയോ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവയൊക്കെ കാര്യം ചെയ്യുകയും ജോലി കിട്ടാനുള്ളവരാണെങ്കിൽ ഭഗവാന് ധാര പിൻവിളക്ക് 2 കദളിപ്പഴം നേദിക്കുക ശനിയാഴ്ച തോറും. വാർദ്ധക്യത്തിലേക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രായമുള്ളവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാരയോടൊപ്പം തന്നെ അവർക്ക് കൂവളത്തില കൊണ്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. 3 മാസത്തിലൊരിക്കൽ അവരുടെ പേരിൽ തേൻ ധാര നടത്തുക. എണ്ണ കൊണ്ട് ധാര, തലവേദന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എണ്ണ കൊണ്ട് മഹാദേവന് ധാര നടത്തുക. ഇതൊക്കെ ചെയ്തു വന്നാൽ അവർക്ക് എല്ലാവർക്കും ശനിയുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവും. ശനി നല്ലതായാലും ശനി ചീത്ത സ്ഥലത്തായാലും ശനിയെ കൊണ്ട് നമുക്ക് അഭിവൃദ്ധികൾ വരാനായിട്ട് ശനി ഭഗവാൻ, അതായത് മഹാദേവനെ പ്രാർത്ഥിക്കാം. ശാസ്താക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുകയോ നീരാഞ്ജനം കത്തിക്കുകയോ ചെയ്താലും ധനത്തിൻ്റെ പുഷ്ടി ഉയരും. ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അവരെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രത്തിൽ നെയ്വിളക്ക് നീരാഞ്ജനം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ധനത്തിന് ഉയർച്ചയുണ്ടാവും. ധനം പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത രാശിയാണ് കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യാഴം കൂടെ നിൽക്കുന്നു. പക്ഷേ അത് ഡിസംബർ 5 കഴിയുമ്പോൾ അത് 12-ൽ വരും. 12-ൽ വ്യാഴം വ്യയസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ ചെലവുകൾ കൂടുന്നു. ദൈവികമായാലും അല്ലാതെയും ചെലവുകൾ വർദ്ധിക്കും. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുമ്പോൾ നമുക്ക് നിൽക്കക്കളിയിലാണ്, പിടിവിട്ടു പോകും. അപ്പോഴാണ് ഈ കടം ലോണൊക്കെ എടുക്കുന്നത്. അത് ലോണെന്നൊരു കടം ഒരിക്കലും ധനമല്ല, കടം എപ്പോഴും ഒരു ബാധ്യത തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് മുൻകൂട്ടി തന്നെ അവരെ എന്താ ചെയ്യേണ്ടത്? വ്യാഴപ്രീതി വരുത്തുക, ദേവിയെ പ്രതിവരുത്തുക, മഹാദേവനെയും പാർവതി ദേവിയും ദിവസവും ഭജിക്കുക. ദിവസവും രാവിലെ നിലവിളക്കെത്തിച്ച് 5 തിരിയിട്ട് നിലവിളക്കെത്തിച്ച് മഹാദേവനെ അതായത് ഉദയത്തിന് ഒരു 24 മിനിറ്റ് മുമ്പ്, 48 മിനിറ്റാണ് ശരിക്കും വേണ്ടത്, 24 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ മുൻവശത്തെ വാതിലൊക്കെ തുറന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഈ വക ബുദ്ധിമുട്ടുകൾക്ക് സമാധാനമൊക്കെ. പാർവതി ദേവി എന്ന് പറഞ്ഞ ദേവിയാണ്, മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ്. മഹാദേവൻ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ നായകനാണ്. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ കർക്കിടകക്കൂറുകാർക്ക് വ്യാഴപ്രീതി വരുത്തിയാൽ വളരെയധികം സമ്പത്തും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവും. അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ 12-ൽ വ്യാഴാണ്. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും. 11-ൽ വ്യാഴം വരുന്നു, ശനി എന്നുള്ള സ്ഥലത്ത്. അപ്പം അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടിയും, ഉദ്യോഗം കിട്ടാത്തവർക്ക് ഉദ്യോഗം, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയോഗവും ഇതെല്ലാം വരുന്ന സമയമാണ്. ഇതെല്ലാം നമ്മൾ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട്. അടുത്തതാണ് അപ്പോൾ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, ആദ്യവാരം. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം, അത്തം, ചിത്തിരാദ്യം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. 7-ാം ഭാവത്ത് ശനിയാണ്. ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടോ, ഭാര്യയെ കൊണ്ട് ബുദ്ധിമുട്ടോ, എങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രശ്നങ്ങൾ വരികയോ ഇതൊക്കെ ചെയ്യാം. വ്യാഴം ഇവർക്ക് അനുകൂലമായിരുന്നു. ഇപ്പോൾ വ്യാഴം 10-ലാണ്. 10-ൽ വ്യാഴം എന്ന് പറയുമ്പോൾ കർമ്മവ്യാഴമാണ്. കണ്ടക വ്യാഴം എന്നാണ് പറയുന്നത്. അത് വലിയ ഗുണമൊന്നുമല്ല. ഇവരെന്താ ചെയ്യേണ്ടത്?
മഹാദേവനെ പ്രാർത്ഥിക്കുക, ശബരിമലയ്ക്ക് പോവുക. ഇപ്പോൾ വൃശ്ചികമാസമാണ് വരുന്നത്, ശബരിമല ദർശനം നടത്തുക, ഭഗവാനെ കാണാം, ശാസ്താ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക, അല്ലെങ്കിൽ ഹനുമാനെ ഭജിക്കുക. ഹനുമാൻ ചാലീസ് ദിവസവും ചെല്ലുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹനുമാൻ ചാലീസ് സ്ഥിരമായി ജപിച്ചു തുടങ്ങിയാൽ എല്ലാ ഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് ഹനുമാൻ സ്വാമിക്കുണ്ട്. ചിരഞ്ജീവിയാണ് ഹനുമാൻ സ്വാമി. അടുത്ത രാശിയാണ് തുലാം രാശി. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര, അവസാന ഭാഗം ചോതി, വിശാഖം, ആദ്യം. ഇവരെ സംബന്ധിച്ച് നല്ലതാണ്. വ്യാഴവും ശനിയൊക്കെ വളരെ നല്ലതാണ്. എങ്കിലും നമ്മൾ നല്ല സമയത്ത് കാവത്ത് വെച്ചാൽ ആപത്ത് സമയത്ത് കാവത്ത് പറിക്കാമെന്ന്. അതായത് നല്ല സമയത്ത് വിത്ത് വിതച്ചാൽ ആപത്ത് സമയത്ത് വിത്ത് പറയും. അപ്പോൾ ഈ നല്ല സമയം അവരെ ഉപയോഗിച്ച് അവർ ദൈവികമായ കാര്യങ്ങൾ ചെയ്തും ദാനധർമാദികൾ ചെയ്തും ഒക്കെ മുന്നോട്ട് പോയാൽ അവർക്ക് അടുത്ത ഇത് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ്. കാരണം ഇനി ശനി 2.5 കൊല്ലം വരാൻ പോകുന്ന നീചത്തിലേക്കാണ് വരുന്നത്. അത് ഇവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ ഭഗവാനെ വലിച്ച് ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലി ആ സമയത്ത് ഓടി നടക്കാതെ ഇപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങിയാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം, അവസാനം, അനിടം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴമൊക്കെ അനുകൂലമാണ്, ശനി അനുകൂലമാണ്. വളരെയധികം നല്ല സമാധാനമുള്ള കാലമാണ്. വ്യാഴത്തിന് മാറ്റം വരുമ്പോൾ അഷ്ടമത്തിൽ വ്യാഴം വരും. അഷ്ടമത്തിൽ കഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഇതിനൊക്കെ പ്രയാസങ്ങൾ തീരാനായിട്ട് ഗുരുവായൂർ ദർശനം, പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രങ്ങൾ കൂടുതലായിട്ട് സന്ദർശിക്കും. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോയി തൊഴുക. തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവുക. അമ്പലപ്പുഴ കൃഷ്ണൻ, ആറന്മുള കൃഷ്ണൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുതു കഴിഞ്ഞാൽ ഇവരുടേതായ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നതാണ്. കൃഷ്ണഭജനമാണ് വേണ്ടത്. വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട. അടുത്ത രാശിയാണ് ധനുരാശി. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്കിപ്പോൾ ഇത്തിരി സമയം സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പക്ഷെ അവർക്കിപ്പോൾ നല്ലൊരു സമയം വരും. ഡിസംബർ 5 കഴിയുമ്പോൾ വ്യാഴം അവർക്ക് വളരെയധികം പ്രയോജനമായി നല്ലൊരു സ്ഥലത്താണ് വരുന്നത്. അവർക്ക് നിവൃത്തി മാർഗങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. ശനി അവർക്ക് കണ്ടകശനിയാണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാതടസ്സങ്ങൾ, ബാലാരിഷ്ടതകൾ, മധ്യപ്രായത്തിലാണെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ, വാർദ്ധക്യത്തിലാണെങ്കിൽ രോഗദുരിതങ്ങൾ ഇതൊക്കെ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ദശാപകാര ചിത്രം കൂടി ചിന്തിച്ചിട്ട് വേണം. ദശ കഴിയുകയാണെങ്കിൽ, ദശ കഴിയുന്ന കാലമാണെങ്കിൽ ഒരു മൃത്യുഞ്ജോമം ശിവക്ഷേത്രം ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജ പുഷ്പാഞ്ജലി നടത്തുകയും 3 മാസത്തിലൊരിക്കൽ എണ്ണ കൊണ്ടോ തേൻ കൊണ്ടോ ധാര കഴിക്കുകയും ഇതെല്ലാം ചെയ്തു തന്നാൽ നന്നായിരിക്കും. നമഃശിവായ മന്ത്രം സദാ ജപിക്കുക, രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ നമഃശിവായ ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ധനുക്കറുകാർക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. അടുത്ത രാശിയാണ് മകരൻ രാശി. മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാടം, അവസാനം, തിരുവോണം, അവിട്ടാദ്യം. ഇവർക്കിപ്പോൾ വളരെ നല്ല കാലം. കാരണം വ്യാഴം നല്ല നിവൃത്തി സ്ഥാനത്ത് വന്നേക്കാണ്. ഈ വ്യാഴം ഇനി അത് 6ലേക്ക് പോകും. 6ൽ വ്യാഴം വന്നാൽ അവർക്ക് ധനപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാനായിട്ട് മുൻകൂട്ടി തന്നെ ഇവർ ക്ഷേത്ര ദർശനം നടത്തുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, തിരുപ്പതിയിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, കൃഷ്ണനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുക. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എപ്പോഴും ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് പറ്റിയില്ലെങ്കിൽ ഓം നമഃ ശിവായ 108 പ്രാവശ്യവും ഓം നമോ നാരായണ 108 പ്രാവശ്യവും രാവിലെയും വൈകുന്നേരം ജപിക്കുക. അതോടുകൂടി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. ആ സമയമുണ്ടെങ്കിൽ ദേവി മഹാത്മ്യം 11-ാം അധ്യായം വായിച്ചാലും വളരെയധികം നല്ലതാണ്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം, അവസാനം, ചതയം, പുരുരുട്ടാതി, ആദ്യം. ഇവർക്ക് ഇപ്പോൾ ഒത്തിരി സമയം മോശമാണ്. 6ലാണ് വ്യാഴം. പക്ഷെ അവരുടെ ഇതെല്ലാം മാറാൻ പോകുന്നു. അവർക്ക് ധനപരമായിട്ട്, സാമ്പത്തികമായിട്ട് എല്ലാം വളരെ 5ലേക്കാണ് വ്യാഴം. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നു. സന്താനങ്ങൾക്ക് ജോലി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് വിവാഹം നടക്കാനും ഇതിലെല്ലാം വേണം. വിഷ്ണു ഭജനം നല്ലതാണ്. വിഷ്ണു അതുപോലെ 7ര ശനി തീരാൻ പോകണതുകൊണ്ട് സാമ്പത്തികത്തിലെ ചിലവുണ്ടെങ്കിലും മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം തരുന്നതാണ് ഭദ്രകാളി. ഭദ്രകാളി പ്രാർത്ഥിച്ചാൽ നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറും. ഭദ്രകാളിയുടെ മന്ത്രങ്ങൾക്ക് ഉപയോഗിച്ചാൽ വളരെയധികം നല്ലതാണ്. കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തേ കുലഞ്ച കുലതൽമിഞ്ച മംജ പാലയ പാലയമം. ആ മന്ത്രം രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ
ഭദ്രകാളിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. പൂരുരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രമാണ് രാശിയാണ് മീനൻ രാശി. അവർക്ക് ജന്മശനിയാണ്. അതായത് സാമ്പത്തികമായിട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസ തടസ്സങ്ങളും ഉദ്യോഗത്തിലെ പ്രശ്നങ്ങളൊക്കെ വരാം. കുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടതകൾ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യയ്ക്ക് തടസ്സം, മടി, സ്കൂളിൽ പോകാനൊക്കെ മടി. മധ്യവയസ്സുള്ളവർക്കാണെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങൾ, വാർദ്ധക്യമുള്ളവർക്കാണെങ്കിൽ രോഗാരിഷ്ടതകൾ, പാദങ്ങൾക്ക് കാലുകൾക്ക് വേദന, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കാം, ആഞ്ജനേയനെ പ്രാർത്ഥിക്കാം, ശാസ്താവിനെ പ്രാർത്ഥിക്കാം, ശബരിമലയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക. അപ്പോൾ കാലിന് വയ്യ പോണെങ്കിലാന്ന് ചോദിക്കുക, അപ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ സമാധാനമാകും. വ്യാഴം അവർക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ വ്യാഴമാറ്റത്തോടു കൂടി ഈ 12 രാശിക്കാർക്ക് 27 നക്ഷത്രങ്ങൾക്കും വരുന്ന ഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നന്ദി, നമസ്കാരം.